കാണൂ പരസ്യരഹിതമായ ഏറ്റവും പുതിയ എപ്പിസോഡുകൾ. അങ്ങനെ പോകാതിരിക്കണമെങ്കിൽ പ്രായമേറുന്നതനുസരിച്ച് നിന്റെ സ്വഭാവത്തെ നീ ഒന്ന് പരുവപ്പെടുത്തി എടുക്കണം. ഇല്ലെങ്കിലേ മക്കളും മരുമക്കളും ഒന്നും അടുത്ത് കാണില്ല. ഈ ഡോക്ടറായ മോനുണ്ടല്ലോ, അമ്മയൊന്ന് ചികിത്സിക്കാൻ പോലും വരില്ല. പിന്നെ എന്റെ കാര്യം, ഞാനെന്നും ഒരൊറ്റയാനാ. അതുകൊണ്ട് മനസ്സും ശരീരവും വഴങ്ങാണ്ട് വരുമ്പോ അങ്ങനെയുള്ളവർ താമസിക്കുന്ന ഓൾഡ് ഏജ് ഹോം ഒരുപാടുണ്ട് ഈ നാട്ടിൽ. അവിടെ പോയിട്ടങ്ങ് ശരണം പ്രാപിക്കും. രാത്രിയിൽ എന്താ കഴിക്കാൻ വേണ്ടേ? വിഷം. അത് മനസ്സിനകത്ത് നിറയുണ്ടല്ലോ, പിന്നെന്തിനാ പ്രത്യേകിച്ച് വിളമ്പുന്നത്? അഹങ്കാരി. ഓട്ടം. അമ്മയെ പോയി കണ്ട് എന്തൊക്കെ പറഞ്ഞു പിടിപ്പിച്ചാലും അമ്മ ഒരിക്കലും അവർക്കൊപ്പം നിൽക്കത്തില്ല. അവൾക്കെതിരെ സംസാരിക്കുന്ന തെളിവുകളുണ്ട്. സോഷ്യൽ മീഡിയ ഒരു സമയത്ത് അവളെ ആഘോഷിച്ചതാ. എന്നിട്ട് അവസാനം എന്നെയാണല്ലോ അളിയൻ പ്രതിയാക്കുന്നത്. ഒരു കാര്യം ഞാൻ പറഞ്ഞേക്കാം, ഇനി അവളുടെ മുന്നിലേക്കൊന്നും പോയേക്കരുത്. അവൾ ഈ വീട് വിട്ട് പടിയിറങ്ങി പോകുന്നവരാ. ഉള്ളത് നന്നായിട്ടങ്ങ് പറഞ്ഞു. ഞാൻ കേട്ടതൊക്കെ സത്യമാണോ ചേച്ചി? പിന്നെ ഞങ്ങൾ കള്ളം പറയോ? അല്ല, ഫോട്ടോസൊക്കെ അയച്ചു തന്നായിരുന്നല്ലോ, കണ്ടില്ലേ? അത് കണ്ടു. സത്യം പറഞ്ഞ നാണിച്ചു പോയി. എന്റെ ഫ്രണ്ട്സ് എങ്ങനെ അത് കണ്ടിരുന്നെങ്കിൽ ഉള്ള വില പോയത്. വിഷമിക്കണ്ട, ഫ്രണ്ട്സൊക്കെ കണ്ടോളും. നമ്മളിങ്ങനെ മൊബൈൽ ഇങ്ങനെ മറിച്ച് നോക്കുന്ന സമയത്തായിരിക്കും അപ്രതീക്ഷിതമായിട്ട് ഇതൊക്കെ കടന്നു വരുന്നത്. ഇത് വലിയ നാണക്കേടായി പോയല്ലോ ചേച്ചി. എന്നിട്ട് അവസാനം ഇങ്ങേരുടെ തലയിൽ പഴിചാരാൻ നോക്കി. എന്ന് മാത്രമല്ല, ജയേട്ടൻ വന്നപ്പോ ഇങ്ങനെ തല്ലുകയും ചെയ്തു. നമ്മുടെ അച്ഛൻ എന്ന് പറയുന്ന ഒരാളുണ്ട്, അങ്ങേരാണെങ്കിലോ അവൾക്ക് വേണ്ടിട്ട് വാദിച്ചോണ്ടിരിക്കോ. ആരെന്ത് വാദിച്ചാലും ശരി, അവളെ ഇനി ഞാൻ എന്റെ ഏട്ടത്തിയായിട്ട് അംഗീകരിക്കില്ല. അമ്മായി എല്ലാം അറിഞ്ഞിട്ടുണ്ട്. അമ്മ വരുന്നവരെ അവക്ക് ഇവിടെ ജീവിക്കാൻ പറ്റൂ. അതുകൊണ്ട് അമ്മ വരണ്ടാന്ന് ജയേട്ടൻ കരുതൂന്ന് അറിയില്ല. നല്ലൊരു വക്കീലിനെ വെച്ചില്ലെങ്കിൽ അമ്മയ്ക്ക് പുറത്തിറങ്ങാൻ പറ്റില്ല. അതുപോലെ തന്നെ മൂത്തളിയന്റെ അമ്മായിയമ്മ വീണ്ടും ഇടങ്ങേറുണ്ടാക്കിയ ഇനിയുള്ള കാലം മുഴുവനും അമ്മായി ജയിലിൽ കിടക്കും. പിന്നെ ഇനി പുറത്തിറങ്ങിയാൽ തന്നെ അതിനൊരു 10 കൊല്ലമെങ്കിലും എടുക്കും. അത് കഴിഞ്ഞു വന്നിട്ട് ഇനി എന്തോ പ്രയോജനം. അവളെവിടെയുണ്ട്? അടുക്കളയിൽ കയറിയിരിക്ക അച്ഛനൊപ്പം. അവള് വെച്ചു വിളമ്പുന്നതൊക്കെ വിശ്വസിച്ച് കഴിക്കാൻ പറ്റില്ല മോളെ. ഞാനൊന്ന് കാണട്ടെ അവളെ. ചാരുമോളെ ശരിക്കും തിളപ്പിക്കണം കേട്ടോ. അമ്മയില്ലാത്ത കുറവ് നികത്താൻ അവളെ കൊണ്ടേ കഴിയൂ. ചാരു അമ്മയ്ക്ക് അപ്പുറവാ. പക്ഷെ ഇവിടെ ഭാര്യയെ സംരക്ഷിക്കാൻ ഭർത്താവുണ്ടല്ലോ. എല്ലാം കണ്ടിട്ടും കേട്ടിട്ടും അറിഞ്ഞിട്ടും അവളെ കഴുത്തിൽ താലി കെട്ടിയ ആള് അവളെ ഇനി കളയോ? അവൻ ഇങ്ങനെ ഒരു പെണ്ണനായി പോയല്ലോ ഹേമേ. അഴിഞ്ഞാടി നടക്കുന്നവളുമാര് ആണുങ്ങളെ വലയിലാക്കും. അത്തരക്കാർക്ക് ഇതിന് നല്ല മിടുക്ക. ഇതാ മോളെ. നീ ഇനി മേലിൽ ഞങ്ങളുടെ അടുക്കള കയറി പോരുത്. അച്ഛാ, ഇവൾ എന്ത് വെച്ച് വിളമ്പിയാലും അത് ഞാൻ കഴിക്കില്ല. പിന്നെ ദീപയ്ക്ക് പകരം നീ അടുക്കളയിൽ കയറുവോ? ഇവൾ ഇവിടെ വരുന്നതിന് മുമ്പ് ഈ വീടിന്റെ രീതി എന്തായിരുന്നു? അച്ഛനല്ലേ എല്ലാം ഉണ്ടാക്കി തന്നിരുന്നത്. ഇനി അത് മതി. ഇവിളി അടുക്കളയിലേക്കെന്നല്ല, എന്റെ കൺവെട്ടത്ത് പോലും വരാൻ പാടില്ല. വൃത്തികെട്ടവള്. നീ ആരെ എങ്ങനെയൊക്കെ വിളിക്കുന്നെന്ന് അറിയാവോ? അറിയാം.
കല്യാണത്തിന് മുൻപ് ഒരുപാട് ആണുങ്ങൾക്കൊപ്പം അഴിഞ്ഞാടി നടന്ന ഒരുവളെ അയ്യോ അച്ഛ, അച്ഛനെ തല്ലണോ? എന്നാ പിന്നെ തല്ലിക്കോ. പക്ഷെ പിന്നുണ്ടല്ലോ, ഈ വീട്ടിൽ അച്ഛനുണ്ടാവില്ല. ആ ഇറക്കി വിടടി, നീ എല്ലാരും ഇറക്കി വിട്. എന്നിട്ട് അമ്മയും മറ്റുള്ളവരും കൂടി ഒന്നിച്ചങ്ങ് ജീവിച്ചു. അങ്ങനെ ജീവിക്കേണ്ടി വന്നാലും ഇന്നലെ വഴി തെറ്റി നടന്ന ഒരുവൾക്കൊപ്പം ഒന്നിച്ചൊരു വീട്ടിൽ കഴിയാൻ ഞങ്ങളെ കൊണ്ട് പറ്റില്ല. ജയലാലേട്ടന്റെ സപ്പോർട്ട് ഉള്ളതുകൊണ്ട് അമ്മ വരുന്നവരെ ഇവളിവിടെ കാണും. അത് കഴിഞ്ഞോ ഇവള് പുറത്താ. അങ്ങനാണെങ്കിലേ ജയലാലും പുറത്തായിരിക്കും. അതൊക്കെ അമ്മ തീരുമാനിക്കും. എടേ, നീ ഒരു കാര്യം മനസ്സിലാക്കണം. ജയലാലിന്റെ ചെലവിലാ നീ ഇവിടെ ഇപ്പൊ കഴിയുന്നത്. പിന്നെ എന്റെ ഞങ്ങൾ രണ്ടുപേരും ഈ വീട്ടിൽ നിന്ന് വെളിയിൽ പോയാലേ പിന്നെ ഈ വീട് പട്ടിണിയായിരിക്കും. പട്ടിണി കിടത്ത് മരിച്ചാലും കുഴപ്പമില്ല. ഇവളെ പോലെ പുഴുവരിച്ച ഒരുത്തിക്കൊപ്പം ജീവിക്കാൻ പാടാ. നിനക്ക് ചത്തൂടേടി. എന്റെ ഏട്ടനെ കുരുതി കൊടുക്കാതെ നിനക്ക് കയറി തൂങ്ങി ചത്തൂടെ. ഇതൊക്കെ കേട്ടിട്ട് എന്തിനാ മോളെ? നിനക്കൊന്ന് പ്രതികരിച്ചുകൂടെ? ഞാൻ എന്ത് പറയാനാ അച്ഛാ? അതാ നിന്റെ കുഴപ്പം. അനിയത്തി ആ മോളുടെ സ്ഥാനത്തെങ്കിൽ ഇപ്പൊ അവിടെ കാരണത്ത് മോളുടെ കൈ വീണേനെ. എന്തായാലും നാളെ എനിക്ക് ഇവിടുന്ന് പടിയിറങ്ങി പോവേണ്ടി വരും. പിന്നെ തല്ലിനും വഴക്കിനൊന്നും ഞാനില്ല. പറയുന്നവര് പറയട്ടെ. ഒരു മരുമക്കളും ഈ വീട്ടിൽ വാഴില്ലെന്ന് അച്ഛൻ പറയുന്നത് സത്യവാ. അമ്മയെക്കാളും പ്രശ്നക്കാരിയായിട്ടാ ഇളയ മോള് വളർന്നു വരുന്നത്. അവളെ ഏതെങ്കിലും നല്ലൊരു സൈക്കാട്രിസ്റ്റിനെ കാണിച്ച് അവിടെ സ്വഭാവം മാറ്റിയിട്ട് അവിടെ കല്യാണം നടത്തിയിരുന്നേ നന്നായിരുന്നേനെ. അല്ലെങ്കിൽ കെട്ടിക്കൊണ്ടു പോകുന്നവനും പ്രശ്നമായിരിക്കും മോളെ. അവൻ തണ്ടും തടിയും ധൈര്യമുള്ളവനാണെങ്കിൽ ഇവളെ കൊന്നിട്ട് ജയിലിൽ പോവും. ഇന്നലെ രാത്രി അമ്മ ഉറങ്ങിയിട്ടില്ല. എനിക്കറിയാം ഈ വീട് വിട്ടു പോകാൻ വിഷമമുണ്ടെന്ന്. ഈ വീട് അമ്മയുടെ സ്വപ്നമായിരുന്നു. അതിനുവേണ്ടിയാ ഒരുപാടൊക്കെ ലോൺ എടുത്തത്. വീട് വച്ചു കഴിഞ്ഞപ്പോ ഇവിടുന്ന് ഒരിക്കലും പോവേണ്ടി വരുമെന്ന് ചിന്തിച്ചതേയില്ല. മേഡം എന്നാ ഞങ്ങൾ പോകട്ടെ. ആ പോറായില്ലേ? എന്താ അമ്മയും മോളെ കൊണ്ടൊരു ഡിസ്കഷൻ? വീടിനോട് യാത്ര പറയാണോ? ഈ വീടിനറിയാം ഇതിനകത്ത് ഒരു വീട്ടമ്മയുണ്ടായിരുന്നു എന്ന്. ആ വീട്ടമ്മ ഒരു ദിവസം പോലും സന്തോഷത്തോടെ ഉറങ്ങിയിട്ടില്ലെന്ന്. അതിനെന്താ, ഇനി ഉറങ്ങാലോ. ബന്ധം വേർപിരിയണമെന്ന് വലിയ ആഗ്രഹമായിരുന്നല്ലോ എന്റെ ഭാര്യയ്ക്ക്, അല്ലേ? അതിനേക്കാളും ആഗ്രഹമായിരുന്നു ദേ ഈ നിൽക്കുന്ന എന്റെ ഇളയ സന്താനത്തിന്. അമ്മയ്ക്കച്ഛനെ പിരിഞ്ഞൂടായിരുന്നോ എന്ന് ഈ ഇളയ സന്താനം പറയുന്നത്
ഞാൻ പലതവണ കേട്ടിട്ടുള്ളതാ. ഇനിയിപ്പോ കുഴപ്പമില്ല മോളെ. കുടുംബ കോടതിയും കേസും വഴക്കൊന്നും ഇല്ലെങ്കിലും ഇതൊരു വേർപിരിയല് തന്നെ. അച്ഛൻ അച്ഛന്റെ വഴി, അമ്മയ്ക്കും മോക്കും നിങ്ങളുടെ വഴി. നീ എന്റെ ഇളയ മോളായി പോയതുകൊണ്ട് ആഴ്ചയ്ക്കും സംക്രാന്തിക്കൊക്കെ ഞാൻ അങ്ങോട്ട് വരാം. അങ്ങനെ വരണമെന്നില്ല. വഴിപോക്കനായ ഒരു അച്ഛനെ ഒരു മകളും കാണണമെന്ന് ആഗ്രഹിക്കില്ല. വഴിപോക്കനായ അച്ഛൻ, വഴിതെറ്റിയ ജീവിതം, അതൊക്കെ ആയിരുന്നടി ഇന്നലെ വരെ എന്റെ സമ്പാദ്യം. എന്നാ ഇനി എനിക്കൊന്ന് ജീവിക്കണം, നല്ല അന്തസ്സായിട്ട്. ഈ വീട്ടിൽ നിന്ന് ഞാൻ ഇറങ്ങുമ്പോ എന്റെ ഏക ആശ്വാസം നിങ്ങൾ അരികിലില്ല എന്നുള്ളത് മാത്രം. അരികിലെത്തി കൂടെ നിൽക്കാനും കൂട്ടുകൂടാനും ഇനി തണൽ മരങ്ങൾ ഒരുപാടുണ്ടല്ലോ. അതായിരിക്കും ആശ്വാസം എന്ന് പറഞ്ഞത്. അച്ഛന് നാണമില്ല ഇങ്ങനെയൊക്കെ സംസാരിക്കാൻ? നിന്നോടൊക്കെ സംസാരിക്കാൻ ഒരു നാണത്തിന്റെ ആവശ്യമില്ല. ഇത്രയും നാള് ഞാൻ ഭർത്താവ്, അച്ഛൻ എന്ന് വിളിക്കാൻ വേണ്ടി മാത്രമുള്ള ഒരാളായിരുന്നു. അതായിരുന്നു എന്റെ പോസ്റ്റ്. മക്കളെ ഒരുത്തി അടക്കി വളർത്തി. അവിടെ അമ്മയുടെ ചിട്ടകളും ശാസനകളും അനുസരിച്ച് ജീവിക്കാതെ ഒരല്പമെങ്കിലും പുറത്തു കിടന്നത് എന്റെ മോ മാത്ര. നിന്നെ പകർത്തിയത് നിന്റെ മൂത്ത മോളെ ആവശ്യത്തിലധികം പേരുദോഷം കേൾപ്പിച്ചു. ദേ നിൽക്കുന്നു അമ്മയുടെ ഫോട്ടോ സ്റ്റാറ്റ്. ഇവളും പുതിയ പുതിയ പേരുണ്ടാക്കിക്കൊണ്ടിരിക്കുക. ബുള്ളറ്റ് ജഗന്റെ ഇഷ്ടക്കാരി, ഗുണ്ടയെ സ്നേഹിക്കുന്ന പെങ്കൊച്ച്, അങ്ങനെ ഇഷ്ടമാതിരി പേര്. എന്ത് പേര് കിട്ടിയാലും എന്റെ അച്ഛനേക്കാൾ നല്ലവനാ ഗുണ്ട. അത് ഞാൻ എവിടെയും പറയും. പാടിയിറങ്ങി പോണ സമയത്ത് എന്റെ നാവിനൊന്നും കേൾക്കാതെ തള്ളെ വിളിച്ചോട്ട് പോടി. 40ഉം 50ഉം ഒരു മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം അത്ര വലിയ പ്രായമൊന്നുമല്ല. അത് കഴിയുമ്പോഴാ അസുഖങ്ങൾ കൂട്ടുകൂടാൻ വരുന്നത്. സ്വന്തം ശരീരത്തെ ഇപ്പോഴേ മദ്യം കൊണ്ട് മുക്കുന്ന നിങ്ങൾ പരസഹായത്തിന് വേണ്ടി ചുറ്റിനു നോക്കുന്നൊരു സമയം വരും. ആ സമയത്തെങ്കിലും നിങ്ങൾ ഓർക്കും, നിങ്ങൾ ഒരിക്കലും കാണാതെ പോയ നിങ്ങളുടെ പെൺമക്കളെയും അവരുടെ അമ്മയെയും. മോളുവാ. അറപ്പുര വീട്. അതെ, ആ പേര് തന്നെ ഈ വീടിന് ഏറ്റവും ചേരുന്നത്. ഭർത്താവിന്റെ കഴുത്തറക്കുന്ന, അച്ഛന്റെ കഴുത്തറക്കുന്ന വീടിനെ അറപ്പുര വീടെന്നല്ലാതെ പിന്നെ വേറെ ഏത് പേരാ ശരി? അമ്മ വന്നു കഴിഞ്ഞാ പിന്നെ അവൾക്ക് ഇവിടുന്ന് പോവേണ്ടി വരും. എന്നാ അതിനു മുമ്പ് പുകച്ചു പുറത്ത് ചാടിക്കണോന്നാ ഞാൻ പറയുന്നത്. ഇവളുടെയൊക്കെ മുഖത്തോട്ട് ചൂടുവെള്ളം കോരി ഒഴിക്കുക വേണ്ടത്. അന്ന് കല്യാണത്തിന് മുൻപ് തന്നെ പറഞ്ഞതാ ജാതക ദോഷമുള്ള പെണ്ണ ഈ ബന്ധം വേണ്ടെന്നൊക്കെ. അതുപോലെ തന്നെ കല്യാണത്തിന്റെ അന്ന് എന്തൊക്കെയാ നടന്നത്. എന്നിട്ട് അതെല്ലാം ജയേട്ടൻ ഏറ്റെടുത്തു. അച്ഛനെല്ലാം അറിയാം. അച്ഛനും മോനും കൂടെയുള്ള ഒത്തുകളിയാ. പിന്നെ ഇക്ബാൽ ഡോക്ടറും, അയാൾക്ക് ഇതിൽ നല്ല പങ്കുണ്ട്. അയാളാ അവളുടെ സ്വഭാവം നല്ലതാണ്, അവളുടെ നല്ല കുടുംബമാണെന്നൊക്കെ പറഞ്ഞ് ജയേട്ടനെ ഈ കുഴിയിൽ ചാടിച്ചത്. ആ ജയേട്ടൻ വരുന്നുണ്ട്. അവള് വിളിച്ചു പറഞ്ഞു കാണും നമ്മൾ അവളെ എവിടെ ഇട്ട് കടിച്ചു കീറുവാണെന്ന്. ഭാര്യ വിളിച്ചു പറഞ്ഞോ പെട്ടെന്ന് ഇങ്ങോട്ട് വരണമെന്ന്? ദീപ വിളിച്ചിട്ടൊന്നുമില്ല, അച്ഛൻ വിളിച്ചു പറഞ്ഞിരുന്നു. ഭാര്യ വിളിച്ചാലും അച്ഛൻ വിളിച്ചു എന്നല്ല പറയൂ. അങ്ങനെ കള്ളം പറയുന്നത് നിന്റെയൊക്കെ സ്വഭാവം. കൊണ്ടുപോയി കളയേട്ട അവളെ. അവൾ ഈ വീട്ടിനകത്തും ചേട്ടന്റെ ജീവിതത്തിൽ കടിച്ചു തൂങ്ങുന്നിടത്തോളം കാലം നമുക്ക് ആർക്കും ഒരു ഉയർച്ചയുണ്ടാവില്ല. ഇന്ന് നീയാണോ തീരുമാനിക്കുന്നത്? ഞങ്ങളല്ല, പക്ഷെ അമ്മ തിരിച്ചു വരുമ്പോ ഒരു തീരുമാനം എടുക്കും. ആ സമയത്ത് ഞങ്ങൾ പറയുന്നത് പോലെ ആയിരിക്കില്ല അമ്മ പറയുന്നത്. പറ്റിച്ചില്ല അവളേട്ടനെ. എങ്ങനെ പറ്റിച്ചെന്നാ പറയുന്നത്? ദീപയ്ക്കുണ്ടായ ചതി
എന്നോട് പറയാതാണ് ഈ കല്യാണം നടത്തിയതെങ്കിൽ അതിന് ചതിയെന്ന് വിളിക്കാം. എന്നാ A to Z കാര്യങ്ങൾ എന്നോട് എല്ലാം പറഞ്ഞിട്ടാണ് ഈ കല്യാണം നടത്തിയിരിക്കുന്നത്. അതുകൊണ്ട് ആർക്കും ദീപയോ ദീപയുടെ വീട്ടുകാരെയോ കുറ്റപ്പെടുത്താൻ പറ്റില്ല. പെട്ടുപോയില്ലേ, ഇനി അങ്ങനെയൊക്കെയല്ലേ പറയാൻ പറ്റൂ. ആൾക്കാരെ വശീകരിച്ചെടുക്കാൻ കഴിവുള്ളവളുമാര് സ്വന്തം തെറ്റ് മറക്കാൻ വേണ്ടി കരഞ്ഞ് കാല് പിടിക്കും. അവസാനം അവൾ ആഗ്രഹിച്ചതൊക്കെ നടന്നു കഴിഞ്ഞാ പഴയ സ്വഭാവം പുറത്തെടുക്കുകയും ചെയ്യും. ഒരബദ്ധം പറ്റിപ്പോയി, ഇനി അതിനെ ന്യായീകരിച്ചല്ലേ പറ്റൂ. എനിക്കൊരിക്കലും എന്റെ ആവശ്യമില്ല. എന്റെ പെങ്ങന്മാരെക്കാളും 1000 മടങ്ങ് നല്ലവളാണ് എന്റെ ഭാര്യ. അത് ഏത് പാതിരാത്രിയിലും ഞാൻ ഉച്ചത്തിൽ വിളിച്ചു പറയും. ഇന്ന് വെച്ച അവളെക്കാളും തരംതാണ പെൺകുട്ടികളാണെന്ന് ഞങ്ങള്. ദീപ ഒരു തരംതാണ പെൺകുട്ടിയല്ല. അവളുടെ സ്വഭാവത്തിന്റെ അടുത്തെങ്ങും നിങ്ങൾക്ക് എത്താൻ കഴിയത്തില്ലെന്നേ ഞാൻ പറഞ്ഞുള്ളൂ. ഇതൊക്കെ ഞങ്ങൾ അമ്മയെ അറിയിച്ചോളാം. എല്ലാം അറിയിച്ചില്ലേ, ഇനി ഇതും കൂടി അറിയിക്കും. ആരൊക്കെ എങ്ങനെയൊക്കെ അമ്മയെ ബ്രെയിൻ വാഷ് ചെയ്യാൻ ശ്രമിച്ചാലും ദീപയെ വിട്ടുകളയാൻ എനിക്ക് പറ്റില്ല. എന്റെ ജീവിതത്തിൽ ഒരു ഭാര്യ ഉണ്ടെങ്കിൽ അത് അവള് തന്നെയായിരിക്കും. മാറ്റി പ്രതിഷ്ഠിക്കാൻ അവളെക്കാൾ സ്വഭാവ ഗുണമുള്ള ഒരു പെൺകുട്ടിയെ എനിക്കിനി കണ്ടെത്താൻ പറ്റില്ല. ആ തിരിച്ചറിവുള്ളിടത്തോളം കാലം നീയൊക്കെ വായിട്ടലയ്ക്കുന്നതും അയാളെ കുറ്റപ്പെടുത്തുന്നതും ഒക്കെ വെറുതെയാ. എനിക്ക് വേണം എന്റെ ദീപയെ. ഞങ്ങളൊക്കെ വിട്ടുകളഞ്ഞാലും അവള് വേണം അല്ലേ? ഞാൻ ആരെയും വിട്ടുകളയാറില്ല, സ്നേഹിക്കാറേ ഉള്ളൂ. എന്നാൽ എന്റെ സ്നേഹം വേണ്ട രീതിയിൽ ഉൾക്കൊള്ളാൻ കഴിയുന്നില്ലെങ്കിൽ പിന്നെ നിന്നെയൊന്നും പെങ്ങന്മാരെ കണ്ടിട്ട് ഒരു കാര്യമില്ല. ആങ്ങളമാരെ വേദനിക്കുമ്പോ അവരുടെ കണ്ണൊന്ന് നിറയുമ്പോ അവരുടെ മനസ്സറിഞ്ഞ് പെരുമാറണം. അല്ലാതെ അവരുടെ പണത്തെ മാത്രം സ്നേഹിച്ചാ പോരാ, അവരുടെ സങ്കടങ്ങളും കണ്ടറിഞ്ഞ് പെരുമാറാൻ ശ്രമിക്കണം. പറഞ്ഞതൊക്കെ കേട്ടില്ലേ മോളെ? എന്ത് പറഞ്ഞാലും ശരി, അവളിവിടെ വച്ചു പൊറപ്പിക്കുന്ന പ്രശ്നമില്ല. അടിയും കൊടുത്ത് ആട്ടി ഇറക്കും. അമ്മ ഇങ്ങോട്ട് വന്നോട്ടെ. ഇനി അമ്മയെ പുറത്തിറക്കാൻ ജയേട്ടൻ ശ്രമിക്കുവോ? രണ്ട് നാത്തുമാരും കൂടെ ശരിക്ക് പൊരിച്ചു അല്ലേ? അതൊന്നും സാരല്ല. എന്നെ അലട്ടുന്നത് അതൊന്നും അല്ല ലാലേട്ടാ. അമ്മയും ദിയയും വാടക വീട്ടിലേക്ക് മാറി. അയ്യോ, ഞാൻ ഷോറൂമിൽ നിന്നല്ലേ ഇങ്ങോട്ട് വരുന്നത്. എന്നോടൊരു വാക്ക് പറഞ്ഞിരുന്നെങ്കിൽ ഞാൻ അങ്ങോട്ട് പോവായിരുന്നല്ലോ. പോയിട്ട് കാര്യമില്ലല്ലോ. ബാങ്ക് ജപ്തി ചെയ്യുന്നതിന് മുൻപ് വീട് വിറ്റ് ബാധ്യത തീർത്തിട്ട് പോയതാ. നമുക്ക് എങ്ങനെയെങ്കിലും ബാധ്യത തീർത്തു കൊടുക്കായിരുന്നല്ലോ ദീപേ. ലാലേട്ടൻ ഇപ്പൊ തന്നെ നമ്മുടെ കല്യാണത്തിന് ഒരുപാട് സഹായിച്ചു കഴിഞ്ഞു. 101 പവനുണ്ടായത് ലാലേട്ടന്റെ സഹായമാണ്. അതിന്റെ കൂടെ അമ്മ ഒരിക്കലും ലാലേട്ടനെ ബുദ്ധിമുട്ടിക്കില്ല. അതൊക്കെ എനിക്കൊരു ബുദ്ധിമുട്ടാണോ? കല്യാണം കഴിഞ്ഞോടെ തന്റെ അമ്മ എന്റെയും കൂടി അമ്മയല്ലേ? അമ്മയുടെയും ദിയയുടെയും കൂടെ അച്ഛൻ പോയിട്ടില്ല. അതിന് തനിക്ക് സങ്കടമുണ്ടോ? ആ അച്ഛൻ വിചാരിച്ചെങ്കിൽ ഇപ്പൊ അവർക്ക് ആ വീട് വിട്ട് പോയേണ്ടി വരില്ലായിരുന്നു. മാനിയായിട്ട് അവിടെ കഴിയായിരുന്നു. അങ്ങനെ ഒരു അച്ഛനെ വിട്ടുകളഞ്ഞത് നന്നായെന്നേ ഞാൻ പറയും. 10 ലക്ഷം രൂപ കൊണ്ടുവന്ന് തന്നു തന്റെ അമ്മയെ ജയിലിൽ കിടത്താൻ വേണ്ടി ഒരു കള്ളപ്പണക്കാരൻ കൊടുത്ത പ്രതിഫലമായിട്ട്. അതേതായാലും എന്റെ അക്കൗണ്ടിൽ ഞാൻ ഇട്ടിട്ടില്ല, ചാരുവിന്റെ അക്കൗണ്ടിലേക്കാണ് ആ പണം പോയത്. അങ്ങനെ ചെയ്യാൻ അമ്മ പറഞ്ഞു, അത് ഞാൻ കേട്ടു. ഇനിയൊരു 15 ലക്ഷം രൂപ കൂടി തരാനുണ്ട്. അത് ഞാൻ തന്റെ അമ്മയെ ഏൽപ്പിച്ചോളാം. അതുകൊണ്ട് എനിക്ക് തന്നാ മതി. ഇപ്പോഴത്തെ സാഹചര്യത്തിൽ ഒരു കാരണവശാലും ആ അമ്മയ്ക്ക് അത്രയും വലിയൊരു തുക കണ്ടെത്താൻ കഴിയില്ല. എനിക്ക് അമ്മയും ദിയയും താമസിക്കുന്ന പുതിയ വീട്ടിലേക്ക് ഒന്ന് പോണമെന്നുണ്ട്. അതിനെന്താ, താൻ റെഡിയായിക്കോ.
നമുക്ക് ഉടനെ പുറപ്പെടാം. ശരി ലാലേട്ടാ. ഞാനൊന്ന് ഫ്രഷ് ആയിട്ട് വരാം. ഈ വീട്ടിലെയും സ്വന്തം വീട്ടിലെ കാര്യങ്ങൾ ആലോചിച്ചിട്ട് ഒരു സമാധാനം ഇല്ല അല്ലേ? സാരമില്ല ദീപേ, തന്റെ നല്ല മനസ്സിന് നല്ലൊരു ജീവിതം നമുക്കുണ്ടാവും. അതിനുള്ള അവസരം ദൈവം ഒരുക്കും. തന്റെ ഏട്ടൻ ഡോക്ടറെ വരുന്നതുവരെ തന്റെ കുടുംബത്തിന് ഒരുപാട് സാമ്പത്തിക ബുദ്ധിമുട്ടുണ്ടാവും. അവിടെ ആത്മാഭിമാനമൊക്കെ മറന്ന് എന്നെ സ്വന്തം മോനെ പോലെ കാണാൻ തന്റെ അമ്മയോടൊന്ന് പറയണം. അത് പറയാതിരിക്കുമ്പോഴാണ് ഞാൻ അന്യനായി പോകുന്നത്. റെഡി ആയിക്കോ.